നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് അന്ന് സായാഹ്നമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു സ്പിരിച്വൽ ഇഗ്നറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, കർത്താവിന് നമ്മളെ ചേർത്ത് നിർത്തിയാൽ നമുക്കിനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കുണ്ട്. ഉണ്ടെന്നെ പലരും പറയാച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട്, ഞങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം? അപ്പോൾ പള്ളിയിൽ പോകുന്നവർക്ക് പ്രശ്നം ഉണ്ടാകരുതെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകരുതെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവിനെ വിളിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുകയാണ്. ഈശോ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഈശോ വഞ്ചിയിലുണ്ട്. ഈശോ ഉള്ള വഞ്ചിയിൽ തന്നെ, ഈശോയുടെ സാന്നിധ്യമുള്ള വഞ്ചിയിൽ അവർ യാത്ര ചെയ്തപ്പോൾ ആ കടലിൻ്റെ നടുവിൽ വെച്ച് കൊടുങ്കാറ്റുണ്ടായി. ഇവർ മുങ്ങിത്താടുന്ന ഒരു അവസ്ഥയിലെത്തി. ചെറുപ്പം പറഞ്ഞ് ഇവർ ചാകാൻ പോവാ, നശിക്കാൻ പോവാ. അതുകൊണ്ടാണ് ഇവർ വിളിച്ചുകൊണ്ടിർത്തിയിട്ട് ഈശോ വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞിട്ട്, നീ ഇതൊന്നും ഗൗനിക്കുന്നില്ലേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോലും അപ്പസ്തോലന്മാരെത്തി. ഈശോ കൂടെ ഉണ്ടായിരുന്നു, ഈശോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈശോ യാത്ര ചെയ്ത അതേ വഞ്ചിക്കെതിരെ തന്നെയാണ് ഈ കൊടുങ്കാറ്റുണ്ടായത്. അപ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട്, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നാം പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ ചേർത്ത് നിർത്തുന്നവരാണ് എന്ന് കരുതി നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ അസ്വസ്ഥതകളോ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളോ ഉണ്ടാകില്ല എന്ന് നാം ചിന്തിക്കരുത്. അത് തെറ്റായ ചിന്തയാണ്. കാരണം ഈശോ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, യോഹന്നാൻ 16:33, മക്കളെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല, ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെതിരെ നിൽക്കുന്ന കാറ്റും കോളും അതിനെ ശാന്തമാക്കി മുന്നോട്ട് പോകാൻ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ആത്മീയ ഉപദേശം. അതാണ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, ഈ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാ കൊടുങ്കാറ്റ് അനുഭവങ്ങളെയും, നമ്മൾ നശിക്കാൻ പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും നമ്മെ രക്ഷിച്ച് ശാന്തരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാന്നിധ്യമാണ് യേശുവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ വേണം. ഈ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നാശാവസ്ഥയിലും നമ്മളെ കൈപിടിച്ച് നടത്തും, ഓർമ്മപ്പെടുത്തി തരും. ആദ്യമായി നമ്മൾ കാണുന്ന തന്നെ ദാവീദ് രാജാവ് പാപം ചെയ്ത് നശിക്കാൻ പോവുക. അപ്പോൾ നാഥാൻ പ്രവാചകനെ അയച്ചിട്ട്
ദാവീദ് രാജാവിനെ ഒരു ഉപമയിലൂടെ കർത്താവ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്താണ്? നീ പാപത്തിൽ നശിക്കാൻ പോവാ. ഉറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് ഇനി വാൾ ഒഴിയുകയില്ല എന്നാ പറഞ്ഞ. അല്ലെ, ചില കുടുംബങ്ങളിൽ നിന്നും വാൾ ഒഴിയാത്തതിൻ്റെ, ദുരിതങ്ങൾ വിട്ടുമാറാത്തതിൻ്റെ ഒക്കെ കാരണം ഒരുപക്ഷെ ദൈവം അനുവദിക്കാത്ത ചില തീരുമാനങ്ങളായിരിക്കാം. അപ്പോൾ ദാവീദ് രാജാവ് നശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവൻ നാശത്തിൻ്റെ വക്കിലാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ, അവനെ ആ നാശത്തിൽ നിന്നും വിടുവിക്കാൻ കർത്താവ് നാഥാൻ പ്രവാചകനെ അയക്കുകയാണ്. അപ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിൽ, ഒന്നില്ലെങ്കിൽ ദൈവം തൻ്റെ സാന്നിധ്യം നേരിട്ട് നമുക്കായി തന്നുകൊണ്ട് നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരെയെങ്കിലൊക്കെ നിയോഗിക്കും. എന്തിനാ? നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാണെന്നും നാം നശിക്കാൻ പോകുന്നുവെന്നും മനസ്സിലാക്കി തരാനും പിന്തിരിയാനും അനുദപിക്കുവാനുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കാനും, അങ്ങനെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് വെറുതെ ഇരിക്കില്ല. കൃത്യമായ വഴിയിലൂടെ, രീതിയിലൂടെ, ഇടങ്ങളിലൂടെ, വ്യക്തികളിലൂടെ ദൈവം ഇത് നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. ഇതെന്തിനാ? നാം നശിക്കാതിരിക്കാനാണ്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം നാം പാപത്തിൽ നശിക്കാതിരിക്കാനും ലോകവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളുടെയും ഞെരുക്കങ്ങളുടെ നടുവിൽ തകർന്നും തളർന്നു പോകാതിരിക്കാനും ഈശോയുടെ സാന്നിധ്യം നമുക്ക് കൂടിയേ തീരൂ. പ്രാർത്ഥന കൂടിയേ തീരൂ. ദൈവവിചാരം നമുക്കുണ്ടായേ തീരൂ. ദൈവ സാന്നിധ്യത്തെ നാം ചേർത്ത് പിടിച്ചേ തീരൂ. പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ദൈവത്തെ വിളിക്കുകയല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അതിജീവിച്ചു പോകാൻ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് കരുത്തായിട്ട് മാറും. അതുകൊണ്ടാണ് ഈശോ പോലും അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വീണതിന് ശേഷം പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞത്, വീഴാതിരിക്കാൻ, തകർച്ചയിൽ പെടാതിരിക്കാൻ, പാപത്തിൽ വീഴാതിരിക്കാൻ, ഉണർവിൽ, പ്രാർത്ഥനയിൽ ഉണർവ് പാലിക്കാനാണ് ഈശോ അപ്പസ്തോലന്മാരോട് പോലും പറഞ്ഞത്. ഈ വചനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുള്ള അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന എല്ലാ കൊടുങ്കാറ്റ് അനുഭവങ്ങളെയും അതിജീവിച്ചു പോകാൻ, അതിൻ്റെ നടുവിലും ശാന്തരായി കിടന്നുറങ്ങാനും ശാന്തമായി ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഈ ശാന്തതയുടെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തക്കവിധത്തിൽ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.